നമുക്കേറെ പരിചയമുള്ള ഒരു മൃഗമുണ്ട്. ആ ജീവി എങ്ങാനും നമ്മുടെ വീട്ടിലുണ്ടോ, നമ്മുടെ ജീവിതം തകരും, നമ്മുടെ ഈമാൻ തകരും, കുടുംബം തകരും, ബന്ധങ്ങൾ തകരും, കച്ചവടം തകരും, എല്ലാം തകർന്ന് തരിപ്പണമായി പോവും. ഏതാണ് ഉസ്താദേ ജീവി? സ്വബാഹുൽ ഖൈർ കാണുന്ന ബഹുഭൂരിഭാഗം ആളുകളുടെ വീട്ടിലും ആ മൃഗമുണ്ട്. അതേതാന്ന് പഠിക്കണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൃഗത്തിനെ മാറ്റി നിർത്തണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനും കൊണ്ട് പോകൂലേ? നമ്മുടെ കുടുംബം തകരൂലേ? ഭാര്യ ഭർത്തൃ ബന്ധം പോലും തകരും. ഇപ്പം എത്ര ഗൗരവമാണത്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഹാപ്പി ആയിരുന്നു. പക്ഷേ ഉസ്താദ് ഈ ജീവിയുടെ കഥ പറഞ്ഞ പിന്നെ ഏത് ജീവിയാണ് ഏത് മൃഗമാണെന്നറിയാതെ ഭയങ്കര ഒരു ടെൻഷൻ. അത് ഇച്ചിരി ടെൻഷൻ നല്ലതാ. ആ ജീവി നമ്മുടെ വീട്ടിലുണ്ടോ, ജീവിതം തകരും. ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോ. എന്ത് ചെയ്യണം അപ്പോൾ? നമുക്കത് പഠിച്ചാലോ? ഇന്നത്തെ ക്ലാസ് അള്ളാഹുവിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. എല്ലാ ക്ലാസ്സും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഇത് അള്ളാഹിനെ അറിയാനുള്ള ക്ലാസ്സാണ്. അള്ളാഹിനെ അറിയാനുള്ള ക്ലാസ്സാണിത്. നിങ്ങൾ മനസ്സിരുത്തി ഒരു 10-20 മിനിറ്റ് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ആ ജീവി, അതിനെ എന്താണ് ചെയ്യേണ്ടത്. പഠിക്കണ്ടേ നമുക്ക്? ഏതായാലും നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? നമ്മൾ ഫാത്തിഹയിൽ ബിസ്മി ഓതാറുണ്ട് അല്ലേ? ബിസ്മി ശരിയാകണമെങ്കിൽ ആ പറഞ്ഞ 2 ഗുണവും ആരിലുണ്ടാകണം? റഹ്മാൻ എന്ന് പറഞ്ഞ ആരാണ്? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹ്. അപ്പം ഞാനും ആ റഹ്മാനിയായ സ്വഭാവമുള്ളവനാകണം. ഞാൻ വഴിപ്പെട്ടവർക്കും ഗുണം ചെയ്യണം, വഴിപ്പെടാത്തവർക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫാത്തിഹയിലെ ബിസ്മി റെഡി ആവുള്ളൂ. അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് എനിക്ക് സഹായം ചെയ്തവനും ഞാൻ തിരിച്ച് സഹായം ചെയ്യണം. എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചവനും അതേ മൈൻഡോടുകൂടെ. അവനാണ് റഹ്മാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ റബ്ബിനോടല്ലേ എല്ലാ തോന്നിയാസവും ചെയ്തിട്ട് നമ്മൾ ചോദിക്കണത്? ഒരു തൗബ പോലും ചെയ്യാതെ ഇന്ന് രാവിലെ എല്ലാ തോന്നിയാസവും ചെയ്തിട്ട് മരിവാകുമ്പോഴത്തേക്കും പടച്ചോനെ എൻ്റെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തന്നെ അല്ല. വല്ല ഒരു നമുക്കൊരു പ്രയാസം തോന്നുന്നുണ്ടോ റബ്ബിനോട് ചോദിക്കാൻ? ഉണ്ടോ? നിങ്ങൾ പറയും, നമ്മൾ ഇത്രയും തെറ്റ് റബ്ബിനോട് ചെയ്തിട്ട് അതേ റബ്ബിനോട് തന്നെ ഒരു തൗബ പോലും ഇല്ലാണ്ട് പടച്ചോനെ കച്ചവടമൊക്കെ കുറവാണ്, ഒന്ന് ബർക്കത്ത് നൽകണേ അല്ലാ എന്ന് ചോദിക്കാൻ വല്ല മടുപ്പോ പ്രയാസം നമുക്ക് ഉണ്ടാകാറുണ്ടോ? ഉണ്ടോ? എന്തേ? അവൻ റഹ്മാനാണ്. അവൻ നമുക്ക് തരും. വഴിപ്പെട്ടവർക്കും അവൻ തരും, വഴിപ്പെടാത്തവർക്കും. ഇതേ സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞിട്ട് ആരെങ്കിലും ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് നോക്കിയോ? നമ്മളെ വെറുപ്പിച്ചവർക്ക് ഗുണം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവണം. അതാണ്. അല്ലാണ്ട് നമ്മൾ പഠിച്ചതിലൊരു സംഗതി വേണ്ടേ അല്ലേ? പഠിച്ചതില് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് എപ്പോഴും ദുആർക്കായിരുന്നു, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, എനിക്ക് ഉപകാരമില്ലാത്തൊരു അറിവ് തരല്ലേ, ഞാൻ അതിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കാണ് പടച്ചോനെ. എനിക്ക് ഉപകാരമില്ല, നീ അറിവ് തരല്ലേ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ എൻ്റെ വാപ്പാക്ക് വിളിച്ചവനും ഞാൻ ഗുണം ചെയ്യണം, എന്നോട് നല്ലത് പറഞ്ഞവനും ഞാൻ. അവനാണ് റഹ്മാനിയത്തുള്ളവൻ, അവനാണ് അള്ളാഹിന്റെ അടിമ. അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടിമയാണ്? നഫ്സ് അമ്മാറയുടെ. ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നുന്ന സംഗതിയുടെ അടിമയാണ്. ഞാൻ അള്ളാഹിന്റെ അടിമയാകണത് അവന്റെ സ്വഭാവം ഉള്ളപ്പോഴാണ്. അപ്പം നമ്മുടെ മുഖത്ത് ശത്രുവിനെ കാണുമ്പോഴും ചിരി വരും. ശത്രുക്കളെ കാണുമ്പോൾ ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂടുതൽ? ശത്രുവിന്റെ ഒരു അധപ്പതനം കാണുമ്പോൾ ഞാനൊന്ന്, ആ ചിരിയല്ല, ഒരു സ്നേഹത്തോടെയുള്ളൊരു ചിരി. അള്ളാഹുവിന്റെ വഴി ഇതാന്നേ. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ? സുമാമത്ത് ബിൻ ഉസാൽ
യമാമ എന്ന നാടിന്റെ ഭരണാധികാരിയാണ്. അത്രയും മുസ്ലിങ്ങളെ ദ്രോഹിച്ചൊരു മനുഷ്യനെ സ്വഹാബത്ത് കൊണ്ടൊന്ന് മതിലുമ്മ കെട്ടിയിട്ടേക്കാണ്. റസൂലുള്ളാഹി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ. സുമാമ ഇതെന്തു മനുഷ്യനാണിത്, ഇത്രയധികം ദ്രോഹിച്ച് എന്നെ നോക്കി ചിരിക്കാണോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ നേരം ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക് സ്വഹാബ, നബിയെ പുറത്തു പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി നമ്മളെ കൊല്ലാൻ വരും. അപ്പോഴും ചിരിക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. മൂപ്പര് നേരെ പോയി ഒരു കുളത്തിൽ മുങ്ങി കുളിച്ചിട്ട് ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് വരികയാണ്. ഒരൊറ്റ ചിരി. ആ റഹ്മാനിയത്തിന്റെ നിറകുടമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെ ബിസ്മി റെഡിയാകണമെങ്കിൽ, ഫാത്തിഹയിൽ മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന സംഗതി റെഡിയാകണമെങ്കിൽ ഈ റഹ്മാനിയത്ത് എവിടെ ഉണ്ടാകണം? നമ്മുടെ സ്വഭാവത്തില് ഉണ്ടാകണം. അത് ലൈഫിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരണത് മതിയില്ലേ, അല്ലേ? അങ്ങനല്ലേ? അതായത് ഭാര്യ നമ്മോട് നല്ലത് പറയുമ്പോൾ നമ്മൾ ചിരിച്ചിക്കും. അവള് ദേഷ്യം പിടിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി, മനുഷ്യന്മാരല്ലേ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിച്ചാല് നമ്മുടെ റഹ്മാനിയത്തൊക്കെ പോയി നമ്മൾ ജബ്ബാറാവും, അല്ലേ? ആ ജീവിതത്തിൽ എങ്ങനെ? അതാണ് ബിസ്മി നമുക്ക് ആപ്ലിക്കബിൾ ആണ്. സംഗതി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം തേടി വരും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന് കോടാനുകോടി സൃഷ്ടികളുണ്ട്. ഇതിൽ ഏറ്റവും അത്ഭുതം നിറഞ്ഞ സൃഷ്ടി ഏതാ? സൂര്യനാണോ? ഇല്ലേ? സൂര്യനില്ലെങ്കിൽ ഇവിടെ വല്ല ജീവിയും മുളക്കോ? ഇല്ല, ഇല്ലേ? സൂര്യൻ വേണം. പക്ഷെ സൂര്യനാണോ ഏറ്റവും വലിയ അത്ഭുതം? അല്ല. ചന്ദ്രനാണോ? രാത്രിയിൽ നല്ല നിലാവൊക്കെ തരുന്നുണ്ട്, പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം ചന്ദ്രനാണോ? ഇബ്നു നുബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുത്ബയിൽ പറയുന്നുണ്ട്, യബ്ന ആദം, മനുഷ്യ, നീ എന്തോരം അത്ഭുതങ്ങളാടാ ഈ കാണുന്നേ, നീ എന്തോരം അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നീ മനസ്സിലാക്കാതെ പോയൊരു സംഗതി ഉണ്ട്. ഈ കാണുന്ന അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം നീയാണ്. ആരാണ്? മനുഷ്യനാണ്. മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്താ നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതമാകാനുള്ള കാരണം എന്താ പറയാവോ? ശക്തിയാണോ? നമ്മളെക്കാൾ ശക്തി കാട്ടുപോത്തിനുണ്ട്, ഇല്ലേ? ഇല്ലേ? ആ, കാട്ടുപോത്തിന് നമ്മളെക്കാൾ ശക്തിയുണ്ട്. വേണ്ട, വേറെ മൃഗങ്ങളുള്ളത് കാട്ടില്. ആനയുണ്ട്, ഇല്ലേ? വലിപ്പം, മനുഷ്യനെ വലിപ്പം കൊണ്ട് നമ്മൾ ശക്തനാണോ? അത്ഭുതമാണോ? അല്ല, നമ്മളെക്കാൾ വലിപ്പം ആനക്കുണ്ട്. ഒന്നിന്റെ മുമ്പിൽ നമ്മൾ പേടിക്കൂലേ? അതേപോലെ തന്നെ പണ്ട് വാൽപ്പാറയിൽ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോ എൻട്രി സമയമൊക്കെ ഉണ്ട്. ഒരു 6 മണിക്കപ്പുറം നമുക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റൂല. എന്നാലും ഞാനൊക്കെ ഒരു 12 മണി 1 മണിക്കൊക്കെ വാൽപ്പാറ കയറാറുണ്ട്. കാരണം ഈ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഏതാണ്ട് ഒരു 8 കൊല്ലം മുമ്പ് വാൽപ്പാറ 13ാമത്തെ ബെൻഡ് ഉണ്ട്. അവിടെ പണ്ട് നിർത്തുമായിരുന്നു, ഇപ്പൊ നിർത്തൂല. അങ്ങനെ 13ാമത്തെ ബെൻഡിൽ ഞങ്ങളൊക്കെ ഇറങ്ങി നിൽക്കണം. ഒറ്റ ലൈറ്റും ഇല്ലല്ലോ, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. ഞങ്ങളൊക്കെ പോയിട്ടുണ്ടോ ആ ബെൻഡിൽ? അപ്പോ കറക്റ്റ് ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് കറുത്തൊരു സാധനം മുമ്പിലേക്ക് ചാടുന്നതും ഞങ്ങൾ ഓടി വണ്ടി കയറുന്നതും. നല്ല അടിപൊളി കരിമ്പുലിയായിരുന്നു. കരിമ്പുലി നേരിട്ട് ഇങ്ങനെ ഹെഡ്ലൈറ്റിൽ കണ്ടതാണ്. അത് പിന്നെ രാത്രി പോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ നമ്മളെക്കാൾ വീരന്മാരെവിടെ ഉണ്ട്? നമ്മൾ അങ്ങനെ വലിയ അത്ഭുതമൊന്നുമല്ല, അല്ലേ? അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ സാധനം ഉണ്ടാണ്, അള്ളാന്റെ. നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ. അല്ല, ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ. നമ്മൾ അങ്ങോട്ട് എത്തിയിട്ട് അള്ളാഹ് നമ്മളെയൊക്കെ എത്തിച്ചു തരട്ടെ. ഞങ്ങളൊരു ഉഷാറില്ല, അള്ളാഹ് നമ്മളെ എത്തിച്ചു തരട്ടെ. നീ അള്ളാനെ ഭയപ്പെടുന്നവൻ മറ്റുള്ളതിനെ പേടിക്കണോ? ഇപ്പൊ ഞാൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ചിലരൊക്കെ സിംഹത്തിന്റെ മുകളിൽ കയറി നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ അടിമയല്ലേ? അള്ളാന്റെ സൃഷ്ടിയല്ലേ? അപ്പൊ ഇരിക്കട്ടെ, അപ്പൊ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടോ അല്ല ഞാൻ അത്ഭുതമായി തീരുന്നത്. പിന്നെ അള്ളാനെ അനുസരിക്കുന്നത് കൊണ്ടാണോ? ആണോ? ലോകത്തെല്ലാ ജീവജാലങ്ങളും ആരനുസരിക്കുന്നുണ്ട്? സൂറത്തുൽ ഹൂദ് നിങ്ങൾ ഓതിയിട്ടുണ്ടോ? സൂറത്തുൽ ഹൂദിൽ കാണാം, ഹൂദ് നബിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സമൂഹം വരുന്നുണ്ട്. ഒറ്റ കാര്യം മൂപ്പര് ചെയ്തുള്ളൂ, ദഅവത്ത് നടത്തി, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഹൂദ് നബി ആക്രമിക്കാൻ വരാണ്. അപ്പൊ ഹൂദ് നബി പറയുന്നുണ്ട്, ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വറബ്ബകും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. എന്നെ നിങ്ങൾ
കൊല്ലാക്കൊല ചെയ്തോ? അന്നൊരു വിഷയമല്ല. ഞാൻ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ തവക്കുല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ലോകത്തൊരൊറ്റ ജീവജാലവും അനങ്ങുന്നില്ല പടച്ചോൻ അതിന്റെ നെറുകയിൽ പിടിച്ചിട്ടല്ലാതെ. നമ്മൾ നോക്കുമ്പോ ഈ ചെറിയ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നുണ്ട്. ആരാ വഴി കാണിക്കണത്? അല്ല മാപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ? ഈ ഉറുമ്പുകൾ ഉണ്ടോ? ഈ ഒരു ഐലൻഡ് ഉണ്ട്, ഞാൻ പേര് മറന്നുപോയി. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഞണ്ടുകളാണ് എല്ലാ കൊല്ലവും യാത്ര നടത്തുക പ്രസവിക്കാൻ വേണ്ടിയിട്ട്, ഇണ ചേരാൻ വേണ്ടിയിട്ട്. ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ലക്ഷക്കണക്കിന് ഞണ്ടുകൾ ബൈ റോഡ് യാത്ര ചെയ്യുന്നുണ്ട്. ആരാണ് ഇതിന് വഴി കാണിക്കുന്നത്? ഇത് ആരെയാണ് അനുസരിക്കുന്നത്? ഇവകളൊക്കെ ആരെ അനുസരിക്കണേ? ഈ ദേശാടന പക്ഷികള്, ചിലപ്പോ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ വരുന്ന പക്ഷികളൊക്കെ ഉണ്ടോ? ആരാണ് ഈ റൂട്ട് കണ്ടുപിടിച്ചു കൊടുക്കുന്നത്? വേണ്ട, ഈ പൈലറ്റിന്, ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന പൈലറ്റിന് മാപ്പില്ലാതെ പറ്റുമോ? ഓടിക്കാൻ പറ്റുമോ? പറ്റൂല. കൺട്രോൾ റൂമിൽ നിന്ന് കണക്ഷൻ പോയാൽ തീർന്നു പൈലറ്റിന്റെ ഗുദാഹവ, കഥ കഴിഞ്ഞു അല്ലേ? എന്നാൽ ഈ പറവക്ക് വല്ല മാപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ പടച്ചോൻ അതിന്റെ നെറുകയിൽ പിടിച്ചിട്ടാ. ഇനി നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാണെങ്കിലും അതെന്റെ റബ്ബ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. ഐ എം ഹാപ്പി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കൊന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇനി എന്റെ റബ്ബ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് എന്നെ തോടാൻ പറ്റൂല. തവക്കൽ തൊലല്ല, ഞാൻ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നബിയുല്ലാഹി ഹൂദ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ആരെയാണ് അനുസരിക്കണത്? പിന്നെന്തായിരിക്കും നമ്മൾ അത്ഭുതമാകാൻ കാരണം? ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ദിക്ർ സ്വലാത്തൊക്കെ ചെല്ലുന്നുണ്ട് എന്നാണ്. അതാണോ അത്ഭുതം? ആണോ? നമ്മൾ മാത്രല്ല നിസ്കരിക്കണത്. ഈ വള്ളിപ്പടർപ്പുകളും മരങ്ങളും ഒക്കെ ആർക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും ആർക്ക് തസ്ബീഹ് ചെയ്യാനുണ്ട്? അപ്പൊ പിന്നെ ഞാനെന്ത് അത്ഭുതമാണ്? ഞാനൊക്കെ നിസ്കാരം പഠിച്ചിട്ടാണെന്നാണ്. ഞങ്ങളൊക്കെ അത്ര കറക്റ്റ് ആയിട്ടാണ്. അതിനും പടച്ചോന്റെ ഉത്തരണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു. ഈ ഗോളങ്ങളും പറവകളും ഒക്കെ നിസ്കരിക്കണത്, അല്ലെങ്കിൽ അതിൻ്റെതായ പ്രാർത്ഥന ചെയ്യണത് പഠിച്ചിട്ട് തന്നെയാണ്, പഠിക്കാതെ ഒന്നും അല്ല എന്ന് പറയണം. അതൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് പോലെയൊന്നുമല്ല സംഗതി. ഇതൊന്നും അല്ല നിങ്ങളിൽ അത്ഭുതം. പിന്നെ എന്താണ് നിങ്ങളിൽ അത്ഭുതം? എന്താ പറയാവോ ആർക്കെങ്കിലും? നിങ്ങളെ സൃഷ്ടിച്ചൊരു ഘടന മറ്റൊരു ജീവിക്കില്ല. മനുഷ്യന്റെ ഘടന ആർക്കില്ല. അതായത് പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു കണിക ആരിലുണ്ട്? മനുഷ്യനുണ്ട്. 4 ഘടകങ്ങൾ കൊണ്ടാണ് അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ചത്. അൽ അനാസുറുൽ അർബഅ എന്ന് പറയും. 4 എന്തൊക്കെയാണ്? മണ്ണ്, വെള്ളം, വായു, തീ. ഈ 4 സാധനം കൊണ്ടാണ് അള്ളാഹ് ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിലിപ്പോ ഈ മണ്ണിൽ പെടും ഏത്? സ്വർണവും വെള്ളിയും ഇരുമ്പും ഒക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഘടകം എവിടെയുണ്ട്? മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഇരുമ്പിന്റെ കണ്ടന്റ് ഉണ്ട് അല്ലേ? ഇരുമ്പ് എവിടുന്ന? മണ്ണിൽ നിന്നാണ്. അപ്പൊ ഇതില്ലാതെ ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇത് തമ്മിൽ ചേരൂല. വെള്ളവും തീയും തമ്മിൽ ചേരുവോ? കാറ്റും മണ്ണും തമ്മിൽ ചേരുവോ? അപ്പൊ ഒരിക്കലും ചേരാത്ത 4 സാധനങ്ങൾ കൂട്ടിക്കുഴച്ചിട്ടാണ് മനുഷ്യനെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുള്ളത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നിങ്ങളിൽ ഒരു ലോകം തന്നെയുണ്ട് എന്ന് സയ്യിദുന അലി ഇബ്നു അബീ താലിബ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു പ്രണയത്തിന്റെ ലൈനിലേക്കൊന്നും നമ്മൾ ഇന്ന് പോണില്ല. ഇന്ന് നമ്മൾ ചെറിയ സംഗതികൾ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാൻ പറ്റും. വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നാ മതിയോ? കൽബൊന്ന് റെഡിയാക്കണ്ടേ? വേണ്ടേ? അൽ ഖൽബു അർശുല്ലാ. നമ്മുടെ ഹൃദയം ആരുടെ സിംഹാസനാകണം? അള്ളാന്റെ. അങ്ങനെ ആകണമെങ്കിൽ ചില പണികളുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശാരീരികമായ ഘടനയിൽ തന്നെ ഭയങ്കര വ്യത്യാസമാണെന്നാണ്. ഇപ്പൊ മനുഷ്യന്റെ നേച്ചർ നിങ്ങൾ എടുത്തു നോക്കിയേ. ആനയിലോ തിമിംഗലത്തിലോ മറ്റ് മൃഗങ്ങളിലോ ഒന്നും കാണാത്തൊരു ശാരീരിക ഘടന ആർക്കുണ്ട്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടാ? ഒരു നായക്ക് എത്ര ശ്രമിച്ചാലും എന്താകാനേ പറ്റൂ? നായ ആകാനേ പറ്റൂ. അല്ലേ? നായക്ക് മനുഷ്യനാൻ പറ്റൂ?
ഒരു കഴുതക്ക് എത്ര ശ്രമിച്ചാലും എന്താകാനേ പറ്റുള്ളൂ? ശൈത്താന് എത്ര ശ്രമിച്ചാലും മലക്കിന് എത്ര ശ്രമിച്ചാലും മലക്കാകാനേ. എന്നാ മനുഷ്യന് ഇത് 4 ആകാൻ പറ്റും. അവന് നായയാകാം, കഴുതയാകാം, ശൈത്താനാകാം, മലക്കാകാം. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻ ഇത് 4 ആകാം എന്നാണ്. മനുഷ്യരായ നമ്മളൊക്കെ ഇപ്പൊ ഏതിലുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി അല്ലേ? ഖുർആൻ പറയുന്നതാണിത്, ഞാൻ വെറുതെ പറയില്ല. ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യൻ നായയാണ്, അല്ലെങ്കിൽ കഴുതയെ പോലെയാണ്, ശൈത്താനാണ്, മലക്കിനേക്കാൾ ഉയരാനൊക്കെ ആർക്ക് പറ്റും? മനുഷ്യന് പറ്റും. പരിശുദ്ധ ഖുർആനിൽ കാണാം, വത്തബഅ ഹവാഹു ഫമസലുഹു കമസലിൽ കൽബ്. ഈ മനസ്സിൽ തോന്നുന്നത് എടുത്തു ചാടി ചെയ്യണ മനുഷ്യന്മാരുണ്ട് അല്ലേ? നായനെ പോലെയാണ്. ഒരു നായയുടെ സ്വഭാവമാണ്. ആർക്ക്? ചില കാക്കാന്മാരുണ്ട്, കെട്ടിയോളം എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ ചാടിക്കടിക്കും. അങ്ങനെ ചാടിക്കടിക്കുന്ന കുറെ ആൾക്കാർ. ചില ആൾക്കാർക്ക് ഒരു ന്യായീകരണം, ഞാനൊരു സംഗതി സത്യമാണെന്ന് കണ്ട ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് വെട്ടി തുറന്ന് പറയും, ഇത് നായയുടെ സ്വഭാവമാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ചില ഡയലോഗാണത്. എന്നാൽ ഇവരുടെ കുറ്റങ്ങളൊന്നും, ഇവരുടെ കുടുംബക്കാരുടെ കുറ്റമൊന്നും പുറത്തു പറയൂല, അതൊക്കെ മറച്ചു വെക്കും. മറ്റുള്ളവരുടെ കണ്ടാൽ ഉടൻ തന്നെ വെട്ടി തുറന്നു പറയും. ഞാനത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല, മൊത്തം നോക്കി അങ്ങോട്ട് പറയൂട്ടോ, ഇത് പച്ച നായാണെന്ന് നിങ്ങൾ പറയണില്ല. അല്ലാഹു ഖുർആനിൽ പറയാണ് അല്ലേ? അപ്പൊ മനസ്സിൽ തോന്നുന്നത് എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഇവൻ നായയുടെ സ്വഭാവത്തിലാണെന്ന് അല്ലാഹു റബ്ബുൽ ആ നായയെ പിടിച്ച് അടിച്ചാലും അടിച്ചില്ലെങ്കിൽ അത് നാക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ സ്വഭാവം അതാണ്, നായയുടെ സ്വഭാവമാണ്. 2 കാലിൽ നടക്കുന്ന നായയാണ് ചിലപ്പോ മനുഷ്യനെന്ന്. ആരാ പറയുന്നത്? ആരാ പറയണേ? നിങ്ങൾ പറയണില്ല. ആരാ പറയുന്നേ? അള്ളാഹ് തന്നെ പറയാ. നിങ്ങൾ നോക്കിയേ, വേറെ ചില ആൾക്കാരുണ്ട്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ. കയ്യില് വേദപുസ്തകമൊക്കെ ഉണ്ട്, ഖുർആൻ ഉണ്ട്, തൗറാത്ത് ഉണ്ട്, ഒക്കെ ഉണ്ട്, അതിന്റെ പരിഭാഷ ഉണ്ട്, വ്യാഖ്യാനം ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചുമന്ന് നടക്കാൻ, എവിടെ പോയാലും ഖുർആന്റെ നടുക്കണ്ടാണ്. കയ്യിൽ ബുഹാരിയൊക്കെ ഇങ്ങനെ കക്ഷത്തിൽ വെച്ച് നടക്കാം. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല. ചോദിച്ച ഷടപടിയെന്ന് അർത്ഥമൊക്കെ പറഞ്ഞുതരും. ഈ സംഗതി എവിടെയില്ല. ജീവിതത്തിൽ ഇവന് നെഫ്സാണ് ഭരിക്കണത്. അങ്ങനെയാണെങ്കിൽ ഇവൻ 2 കാലിൽ നടക്കുന്ന കഴുതയാണ്, കഴുതയെ പോലെയാണ്. കഴുതയുടെ മുകളിൽ നിങ്ങൾ ബുഹാരിയും അതിന്റെ മേലെ മുസ്ലിമും മറ്റു കിതാബുകളും എല്ലാത്തിനും മുകളിൽ ഖുർആനിന്റെ വ്യാഖ്യാനവും തഫ്സീറുകളും ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ചാലും കഴുതക്കിപ്പ് ഇതിന്റെ മധുരം അറിയാൻ പറ്റുമോ? ഇതേ കണക്കാണ് സാധനം. എന്റെ വീട്ടിൽ മറ്റേ വ്യാഖ്യാനം ഉണ്ടെന്നൊക്കെ പറയും. എന്തപ്പോ കാര്യം? ഞാനത് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇത് നിന്റെ ജീവിതത്തിലുണ്ടോ? ഇപ്പൊ നമ്മൾ ബിസ്മി പറഞ്ഞു അല്ലേ? ഈ ബിസ്മില്ലാഹിർ റഹ്മാനി പോലും നമ്മുടെ ലൈഫിലില്ല. നമ്മളിങ്ങനെ പരമകാരുണ്യനും കരുണാവാരിധിയുമായ അള്ളാന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു, ഞാൻ തുടങ്ങുന്നു. ഇതിങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് അവൻ 2 കാലിൽ നടക്കുന്ന കഴുതയല്ലാതെ ഒന്നും അവനില്ല എന്നാണ്. എന്നാൽ ആ റഹ്മാനിയത്ത് നിന്നിലുണ്ടായി നോക്കട്ടെ, അവൻ കഴുതയല്ല, അവൻ മനുഷ്യനായി. അപ്പോഴേ അവൻ മനുഷ്യനാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ കഴുതയാണ്. അള്ളാഹു നമ്മളെയൊക്കെ മനുഷ്യനാക്കി തരട്ടെ. ഇനി ഷെയ്ത്താനെ പോലെ ആകുന്നല്ല പറഞ്ഞത്. ആരാകും? അതായത് നായയെ പോലെ, കഴുതയെ പോലെ, ഷെയ്ത്താനെ പോലെ എന്നല്ല, ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നബി തങ്ങളെ ദ്രോഹിക്കുകയാണ് മക്കത്തെ കുറെ ഖുറൈശികളെ. റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹ് ആയത്തിറക്കാൻ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവാ ശയാത്തീനൽ ഇൻസി വൽ ജിൻ. നബിയെ അങ്ങ് വിഷമിക്കണ്ട, മുമ്പുള്ള നബിമാർക്കും ഇതേപോലെ കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഒക്കെ ശൈത്താന്മാരാന്നേ, മനുഷ്യന്മാരിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാര്. ആദ്യം പറഞ്ഞത് എവിടെയുള്ള ശൈത്താനാ? ജിന്നുകളിലെ ശൈത്താനല്ല, പിന്നെ മനുഷ്യന്മാരിലും ശൈത്താനുണ്ട്. ഇപ്പൊ നമ്മൾ സ്ഥിരം ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുന്നാസ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ നാഥനായ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. മലിക്കിന്നാസ്, അവനാണ് ജനങ്ങളുടെ ഉടമസ്ഥൻ. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനും അവനാണ്. പിന്നെ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, വസ്വാസ് ഉണ്ടാക്കുന്നവരിൽ നിന്ന്. ആരാണ് ഈ വസ്വാസ് ഉണ്ടാക്കുന്നത്? അല്ലദീ യുവസ്വിസു
മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ ശൈത്താന്മാരിൽ നിന്ന്. മിനൽ ജിന്നത്തി, ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരിൽ നിന്ന് മാത്രമല്ല, ഈ മനസ്സിൽ കുഴപ്പമുണ്ടാക്കണ, നമുക്കിടയിൽ ഇടങ്ങേറുണ്ടാക്കണ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്താന്മാരിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. അപ്പൊ മനുഷ്യൻ ശൈത്താനാണ്. ജനങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, തമ്മിലടിപ്പിക്കുന്നവൻ ശൈത്താനാണ്. പരിശുദ്ധ ഖുർആൻ. ഇനി അവിടുന്ന് മനുഷ്യൻ മലക്കുവാവും എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എത്തും. അല്ല, അതിനപ്പുറം പോവും. അങ്ങനെ പോയിട്ടുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്, സയ്യിദുനാ ജിബ്രീൽ, മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ. ആ ജിബ്രീൽ പോയിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലേ. ഹത്താലി ബഹ്രിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലൈഹി. അല്ലേ, ബഹ്റുൻ നൂർ, പ്രകാശത്തിന്റെ കടലെത്തിയപ്പോ ജിബ്രീൽ പറയുന്നുണ്ട്, ദൈനി എന്നെ വിട്ടേക്ക് നബി, എനിക്ക് ഞങ്ങട് കടക്കാൻ പറ്റൂല. ഞാൻ കടന്നാൽ എന്റെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞു. അങ്ങ് കടക്കണം, അങ്ങ് പോയി ദർശിക്കണം ജഗന്നിയന്താവായ അള്ളാഹുവിനെ. അപ്പൊ മലക്കുകൾക്ക് അപ്പുറം എത്താനും ആരെ കൊണ്ട് പറ്റും? മനുഷ്യരെ കൊണ്ട് പറ്റും. ഈ 4 സംഗതിയും കൂടെ, ഈ 4-ൽ ഏതൊന്നാകാനും ആരെ കൊണ്ട് പറ്റും? മനുഷ്യനെല്ലാം ദൈവമാകാൻ പറ്റുമോ? പറ്റൂല അല്ലേ. ദൈവമാകാൻ പറ്റൂല, അതൊരാൾക്കും പറ്റൂലല്ലോ അല്ലേ. എന്നാൽ ബാക്കിയൊക്കെ ആർക്കാകാം? എന്നാൽ അവന് റബ്ബാകാൻ പറ്റൂല മനുഷ്യന്, പക്ഷേ റബ്ബാനിയാകാം. ആരാകാം? റബ്ബാനിയാകാം. എല്ലാ പ്രവാചകന്മാരും, ഞാൻ ചുരുക്കം 2 കൂടെ പറയാനുള്ളൂ, ഇന്ന് ഇത്തിരി ഗഹനമായ വിഷയം നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി വിട്ടുതരികയാണ്. കൂടുതലൊന്നും പറയണില്ല, ബാക്കി അടുത്ത ആഴ്ച പറയാം. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയകളാകണം. റബ്ബാനി എന്താ? റബ്ബാനി, റബ്ബിനെ തിരിച്ചറിഞ്ഞ് റബ്ബിന്റെ അടിമകളായി മാറിയാൽ റബ്ബിനുള്ളതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ആസ്വദിക്കുന്നവന്റെ പേരാണ് ഏത്? കെട്ടിയോനെ തിരിച്ചറിഞ്ഞ് കെട്ടിയോനിൽ ലയിച്ചാൽ, അവന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്നാൽ അവനുള്ളതൊക്കെ ആർക്കുള്ളതാണ്? കെട്ടിയോക്കുള്ളതാണ്. തിരിച്ചു അങ്ങനെ തന്നെ. നമ്മൾ സ്വർണത്തിന്റെ കഥ പറഞ്ഞു അല്ലേ, അങ്ങനെ തന്നെ. റസൂൽ വൻ ശഖൽ ഖമർ, ചൂണ്ടുവിരൽ നിർത്തി ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചപ്പോ ചന്ദ്രൻ 2ആയി. ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. റബ്ബാനിങ്ങളുടെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മനുഷ്യന് റബ്ബാനിയാകാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമില് റബ്ബാനി എന്ന ആ വിശേഷണം ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടുന്ന് പറവകളെയൊക്കെ പിടിച്ചിട്ട് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി മിക്സ് ചെയ്തിട്ട് കുറെ മലകളുടെ മുകളിൽ കൊണ്ടുപോയിട്ടു. ഖുർആൻ പറയാം, മലകളുടെ മുകളിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് വിളിച്ചു, വാ. റബ്ബാനിയുള്ള മനുഷ്യൻ വിളിച്ചപ്പോ പറവകളൊക്കെ പറന്നു വന്നു. ഇത് റബ്ബാനിയുടെ പ്രത്യേകതയാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, റബ്ബിനെ തിരിച്ചറിഞ്ഞ് റബ്ബിന്റെ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് അതിൽ ലയിച്ച് അനുഭവിക്കുന്ന മനുഷ്യൻ, അവനാണ് റബ്ബാനി. ആ റബ്ബാനി അള്ളാഹനല്ലാതെ ആരെയും പേടിക്കൂല. റബ്ബാനിയാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഗസാലി ഇമാം പറയുന്നുണ്ട്, ഈ ആയത്തുകളൊക്കെ വെച്ചിട്ട് പറയാൻ, ഓരോ മനുഷ്യനിലും 4 വിഭാഗങ്ങളെ മിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സബഇയ്യ, ഈ എടുത്തു ചാടുന്ന മൃഗങ്ങൾ, ക്രൂരന്മാരായ മൃഗങ്ങൾ എവിടെയുണ്ട്? മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതുപോലെ 4 ഇല്ലേ, അൽ ബഹീമത്തു, 4 ഉണ്ട് മനുഷ്യന്റെ ഉള്ളിൽ. മറ്റൊന്ന് ശൈത്വാനിയത്ത്, പൈശാചികതയുണ്ട്. മറ്റൊന്ന് റബ്ബാനിയത്തു, അള്ളാഹുവിന്റെ റബ്ബാനിയത്തുണ്ട്. നമ്മൾ ഉദ്ഹിയ്യത്തിന് പോത്തിനറുക്കും അല്ലേ, ആ പോത്തിനറുക്കുന്നതിന് മുമ്പ് എവിടെയുള്ള പോത്തിനറുക്കണം? കൽബിലുള്ള. ഇപ്പൊ ജംറകളിൽ പോയിട്ട് കാലിലൊക്കെ പാകിസ്ഥാനികളൊക്കെ കല്ലെറിയണുണ്ട് കഴിഞ്ഞാൽ പഠിച്ചോൻ അജാതി എറിയണത് അല്ലേ, വലിച്ചെറിയണം. എന്നാൽ ആദ്യം അവൻ എറിഞ്ഞോടിക്കേണ്ടത് എവിടെയുള്ള ശൈത്താനെയാണ്? കൽബിലുള്ള ശൈത്താനെ എറിഞ്ഞോടിക്കാതെ ജംറയിൽ പോയി എത്ര കല്ലെറിഞ്ഞാലും ഒരു ഗുണമില്ല അവിടെ. അപ്പോ ഈ പിടിമൃഗത്തിൽ നിന്ന്, 4 നിന്ന്, ശൈത്വാനിയത്തിൽ നിന്നൊക്കെ പിടുത്തം വിട്ട് നീ റബ്ബാനിയായാൽ പടച്ചോ നിന്നോട് പറയാ, ഉദ്ഉനി അസ്തജിബു ലക്കും, എന്നോട് ചോദിച്ചോ ഞാൻ തരാം. ഇത് കണ്ട 4 പറഞ്ഞല്ല പടച്ചോൻ, അവന്റെ റബ്ബാനിയങ്ങളോട് പറഞ്ഞതാണ്. ഉദ്ഉനി, എന്നോട് ചോദിക്ക്, ഞാൻ തരാം, എന്തും തരും ഞാൻ, എന്നോട് ചോദിച്ചു.
ആ ഒരു ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കിയാൽ അതൊക്കെ തിരിച്ചറിയുള്ളൂ. അത്രമേൽ അടുത്ത് നിൽക്കുന്ന ഭാര്യയോട് ഭർത്താവ് പറയണം, ആ എന്റെ മുത്തിന് എന്ത് വേണം എന്നോട് ഞാൻ തരാടി, അല്ലെ ഞാൻ തരാം. പിണങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിൽ എന്ത് വേണം മുത്തെന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുവോ? ആ ബന്ധത്തിന് എന്ത് രസമുള്ളത്. റബ്ബാനികളോട് പടച്ചോൻ പറയാണ്, ഉദ്ഉനി, എന്നോട് ചോദിച്ചോ, എന്തും എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അതിന്റെ മറ്റൊരാശയം കൂടെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, അതാണ് അതിന്റെ മർമ്മപ്രധാനമായ ആശയം. ഉദ്ഉനി എന്ന് പറഞ്ഞാൽ എന്നോട് എന്നൊരു വാക്കല്ല ശരിക്കും അറബ് ഗ്രാമർ പഠിച്ചവർക്ക് അവിടെ നിന്ന് കിട്ടുക അല്ലെ. ഉദ്ഉനി എന്ന് പറഞ്ഞാൽ എന്നെ ചോദിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഉദ്ഉനി എന്ന് പറഞ്ഞാൽ എന്നെ ചോദിക്കൂ, എന്നെ ചോദിക്കൂ. അറബ് ഗ്രാമർ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. എന്നെ ചോദിക്കൂ, ഞാൻ തരാം. ഇല്ല, ആ ഒരു ബന്ധത്തിന്റെ തീവ്രത അങ്ങനെയല്ലേ. നമ്മളത് ഉദാഹരണം പറഞ്ഞിരുന്നു. ഭർത്താവ് ഇപ്പോ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവാണ്. അവളോട് പറയാം, മോളെ കാക്ക വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത്? അവക്ക് ചോദിക്കാനുള്ളത് ആരേ ഉള്ളൂ? നമുക്കും ചോദിക്കാൻ ആരേ ഉള്ളൂ? ഇവിടെ റബ്ബുള്ളൂ അല്ലേ. നമുക്ക് ചായ ചോദിക്കാനും ആരേ ഉള്ളൂ? ഉമ്മ ഒന്നുമില്ല, ചോദിക്കാൻ ആരേ ഉള്ളൂ? അള്ളാഹ് തന്നെ ഉള്ളൂ. ഉമ്മ തരുന്നുണ്ടെങ്കിൽ ഉമ്മയിലൂടെ നമുക്ക് തരുന്നവനാരാ? അള്ളാഹ് തന്നെയാണ്. അത് ഭൗതികമൊന്നുമില്ല. എല്ലാം ചോദിക്കാനുള്ളത് ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മള് ഭാര്യനോട് പറയാം, എന്തെനിക്ക് വേണ്ടത്? അപ്പൊ അവള് പറയും, കാക്ക വരുമ്പോ മറ്റേ ടോപ്പില്ലേ, ആ പുതിയ മോഡൽ പർദ്ദയില്ലേ, ഇതൊക്കെ അവക്ക് പറയാം. കൊണ്ടുവരാൻ ആരേ ഉള്ളൂ? പക്ഷെ അവൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണ്? എൻ്റെ ഇക്കാക്ക ഒന്ന് വേഗം വന്നാ മതി. അത് കേട്ടാ പിന്നെ പർദ്ദയല്ല, പർദ്ദയുടെ ഷോപ്പ് മൊത്തത്തിൽ നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. ഇല്ല, അങ്ങനെയല്ലേ? അങ്ങനെ സാക്ക് സംഗതി അങ്ങനെയാണ്. അതാണ് ഉദ്ഉനി, എന്നെ ചോദിക്കൂ, ഞാൻ തരാം. എന്നെ കിട്ടിയാ പിന്നെ എനിക്കുള്ളതൊക്കെ ആർക്കുള്ളതാ? നിനക്കുള്ളത്. എന്നെ കിട്ടിയാ പിന്നെ സ്വർഗം നിനക്കല്ലേ? എന്നെ കിട്ടിയാൽ സ്വർഗം നിനക്കല്ലേ? എന്നെ കിട്ടിയാൽ സർവസ്വം നിനക്കല്ലേ? നീയാണ് എന്റെ റബ്ബാനി. ഉദ്ഉനി, എന്നെ ചോദിച്ചോ, ഞാൻ തരാം. എന്ത് രസായിരിക്കും അള്ളാനെ ചോദിക്കാന്നുള്ളതാണ്. നമ്മൾ ഈ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഈ ആയത്തൊക്കെ ഇട്ട് റോട്ടിലിട്ട് അടിച്ച് അലക്കണം നമ്മളിങ്ങനെ തമ്മിലടിക്കാനായിട്ട്. അള്ളാഹ് പറഞ്ഞില്ലേ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ കൗമൊക്കെ ഇങ്ങനെ നശിച്ചു പോവായിരുന്നോ? ഉദ്ഉനി, എന്നെ ചോദിക്കേ. അള്ളാനെ തിരിച്ചറിഞ്ഞ് റബ്ബാനിയായി നിന്നിട്ട്, പടച്ചോനെ എനിക്ക് നിന്നെ വേണമല്ലാ, എനിക്ക് നിന്നെ തിരിച്ചറിയണമല്ലാ, എന്റെ കൽബിലൂടെ എനിക്ക് നിന്നെ ദർശിക്കണമല്ലാ. അതൊരു വൈകാരികമായ ബന്ധമാണ് അള്ളാഹുവുമായിട്ട്. അപ്പൊ അതിനെ ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ കൊല്ലണം. എങ്ങനെയപ്പോ അത് കൊല്ലുക? എടുത്തു ചാടുന്ന മൃഗത്തെ കൊല്ലണം, നാൽക്കാലിയെ കൊല്ലണം, ശൈത്താനെ കൊല്ലണം, എന്നിട്ട് റബ്ബാനി. അതിപ്പോ എങ്ങനെയാ? നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. പറയാം. നമ്മുടെ ചീരണി റെഡിയല്ലേ? ഫാത്തിഹയാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിച്ചത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകുക. നമ്മൾ ഈ പറയുന്ന സംഗതി ഇന്നിപ്പോ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടി വിട്ടുതരാണ്. ഗഹനമായ ഒരു വിഷയമായതുകൊണ്ട് ഒരല്പഭാഗം മാത്രം. അപ്പൊ അല്ലാഹ് എന്തിനാണ് നമ്മളെ പടച്ചത്? മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മളിങ്ങനെ വ്യത്യസ്തനാക്കിയത് എന്തിനാണ് പടച്ചോൻ ഇങ്ങനെ ഈ 4 സ്വഭാവങ്ങൾ നമുക്ക് മാറാൻ പറ്റുന്ന ഈ സ്വഭാവങ്ങൾ പടച്ചോൻ എന്തിനിട്ട് തന്നത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കൂ. അടുത്ത ആഴ്ച വരുമ്പോൾ എന്നോട് പറയോ ചിന്തിച്ചു നോക്കുക. ചിന്തിക്കൂന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവോക്കിയേ. അൽഹംദുലില്ലാഹ്. കണ്ടാ മതിയല്ല, എന്നാൽ നിങ്ങൾ കൈവോക്കിയല്ലോ, അത് തന്നെ ഒരു സന്തോഷം അല്ലേ സാർ? അതെ, അവിടെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും കൈവോക്കിയല്ല. ഒരു ഉദാഹരണം ഞാൻ പറയണില്ല. ഏതായാലും അവനെ തിരിച്ചറിയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഏതൊക്കെയാണ് ആ മൃഗങ്ങൾ? അതിൽ എടുത്ത് ചാടി ആക്രമിക്കുന്ന നായയുണ്ട്. നമ്മുടെ മനസ്സാകുന്ന വീട്ടിൽ നായയുണ്ടോ? നായയുടെ സ്വഭാവമുണ്ടോ? ജീവിതം തകരും. എടുത്തു ചാടല്ലേ? ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എടുത്തു ചാട്ടാണ്, ഒച്ചപ്പാടും ബഹളാണ്. കുടുംബത്തിൽ വല്ല സന്തോഷം ഉണ്ടാവുമോ? കച്ചവടത്തിൽ സന്തോഷം ഉണ്ടാവുമോ? ജീവിതം തന്നെ തകർന്ന് തരിപ്പണാവൂലേ? അപ്പം നായയുടെ സ്വഭാവമുള്ളവർ പെടും, ജീവിതം തകർന്നു പോവും. പിന്നെ നമ്മൾ പറഞ്ഞു ശൈത്വാൻ നമ്മളിലുണ്ട്, നമുക്ക് മലക്കിനേക്കാൾ ഉയരാൻ പറ്റും. ഇതൊക്കെ ക്ലിയർ ആകണമെങ്കിൽ ഈ കൽബിൽ അല്ലാഹ് വേണം, അള്ളാഹിനോടുള്ള പ്രണയം ഉണ്ടാകണം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഏതായാലും ഈ ഞായറാഴ്ചത്തെ ക്ലാസ് കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെ
നമ്മുടെ റിലീഫ് പദ്ധതി മറക്കരുത്. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഹദിയ ചെയ്യുന്നതിൻ്റെ ഫലമെന്നോണം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേര് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്, ഇല്ലേ? അപ്പോൾ ഇന്നത്തെ 1000 രൂപ സമ്മാനത്തിനുള്ള സിമ്പിളായൊരു ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? എഴുതൂലേ? അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആസ്വദിക്കാൻ ഈ മൃഗങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഞെരിച്ച് അമർത്തി ഞങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ തൗഫീക്ക് നൽകണയല്ല. നിന്നെ കാണാനുള്ള തൗഫീക്ക് നൽകണയല്ല. പാപങ്ങളെല്ലാം പൊറുക്കണയല്ല. തെറ്റ് ചെയ്തു പോയതെല്ലാം നീ പുറത്തു തരണേ തമ്പുരാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം തരണയല്ല. ഞങ്ങളുടെ മക്കളെ ഇണകളെ നന്നാക്കണയല്ല. നല്ല വഴിക്കാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാതെ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്, ഹൈറായ ഭവനം കൊടുക്കണയല്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒരുപാട് രോഗകാരണങ്ങൾ, രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രയോ കമൻറ്റുകളാണ്. അള്ളാഹുവെ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ സ്വബാഹുൽ ഹൈറിൽ ഇരിക്കുന്നത്, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ല. ഞങ്ങളാരെയും നീ തട്ടിക്കളയല്ലേ അല്ല. ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരടക്കം ഈ സദസ്സിലുണ്ട്. അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. പടച്ചോനെ, ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണേ അല്ല. ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളെയും അവരെയും നിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.